ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ അൽ-ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. അർക്കാനുസ് സ്വലാത്ത്, നിസ്കാരത്തിന്റെ ഫർദുകൾ, നിസ്കാരത്തിന്റെ ഉള്ളിലുള്ള ചില ഘടകങ്ങളാണ് ഇപ്പൊ പറയുന്നത്. നിസ്കാരത്തിന് മുമ്പേ റെഡി ആയിരിക്കേണ്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയുന്നത് നിസ്കരിക്കേണ്ടത് എങ്ങനെ, നിസ്കാരത്തിന്റെ അകത്തുള്ള കാര്യങ്ങളാണ് ഇനി പറയുന്നത്. അർക്കാനുസ് സ്വലാത്തി, നിസ്കാരത്തിന്റെ ഘടകങ്ങൾ, നിസ്കാരത്തിന്റെ ഫർളുകൾ. അർക്കാനുസ് സ്വലാത്തി അർബഅ, നിസ്കാരത്തിന്റെ ഫർളുകൾ 14. അൽ-അവ്വലു, ഒന്നാമത്തത് നിയ്യത്ത്. നിയ്യത്താണ് ഒന്നാമത്തെ ഫർള്. വാജിബാത്തുഹാ ഫിൽ ഫർളി, വാജിബാത്തുഹാ, നിയ്യത്തിന്റെ വാജിബാത്തുണ്ട്. നിയ്യത്തിൽ എന്തെല്ലാം നിർബന്ധമുണ്ട്? നിയ്യത്ത് നിസ്കാരത്തിന്റെ ഫർളാണ്. എന്നാൽ ആ നിയ്യത്ത് എങ്ങനെ ആയിരിക്കണം? നിയ്യത്തിൽ എന്തെല്ലാം അടങ്ങണം? അതാണ് വാജിബാത്തുവ, നിയ്യത്തിൽ നിർബന്ധമായത്. ഫിൽ ഫർളി, ഫർള് നിസ്കാരത്തിന്റെ നിയ്യത്തിൽ ഖസ്തു ഫഅലി സ്വലാത്തി, നിസ്കരിക്കുന്നു എന്ന് കരുതണം. ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതണം, അല്ലാതെ കൈ കെട്ടിയതിന്റെ കാര്യം. വതഈനുഹാ, ആ നിസ്കാരം ഏതാണ് എന്നും കരുതണം. ഒനിയത്തുൽ ഫർളിയത്തി, ഫർള് നിസ്കാരമായത് കൊണ്ട് ഫർള് നിസ്കാരം എന്ന് കരുതണം. ഉദാഹരണം, ദുഹർ എന്ന ഫർള് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു, ഇതാണ് നിർബന്ധം. അപ്പൊ ആ നിസ്കാരം ഏതാണ് എന്നും അതിൽ പെട്ടു. ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറയുമ്പോൾ നിസ്കരിക്കുന്നു എന്നല്ല, നിസ്കാരത്തിന്റെ പ്രവൃത്തിയും കരുതി, ഫർളാണെന്നും കരുതി. ളുഹർ എന്ന ഫർള് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ പറഞ്ഞ ഷർത്തുകളൊക്കെ ഒത്ത്. നിസ്കരിക്കുന്നു എന്ന് പറയുമ്പോൾ നിസ്കാരത്തിന്റെ പ്രവൃത്തിയെ കരുതി. തഈൻ, ളുഹർ എന്ന് പറയുമ്പോൾ ആ നിസ്കാരം ഏതാണെന്ന്, അസറല്ല മഗ്രിബല്ല ളുഹർ ആണെന്ന് ഉറപ്പായി. അതോടൊപ്പം തന്നെ ഫർള് നിസ്കാരം എന്ന് പറയുമ്പോൾ ഫർള് എന്ന് മനസ്സിലായി. ഈ 3 നിയ്യത്തിൽ നിർബന്ധമാണ്. ഒഫിൻ നഫ്ലി, സുന്നത്ത് നിസ്കാരത്തിൽ എങ്ങനെയാണ് നിയ്യത്ത് വെക്കേണ്ടത്? ഒഫിൻ നഫ്ലിൽ മുഖയ്യദി ബിവക്തിൻ ഔ സബബിൻ, ഉപാധിയുള്ള സുന്നത്ത് നിസ്കാരം, മുത്തലക്ക നിസ്കാരമല്ല, ഉപാധിയുള്ള നിസ്കാരമുണ്ട്, അത് എപ്പോഴും സുന്നത്തില്ല. അതുപോലെ ബിവക്തിൻ, സമയവുമായി ബന്ധിക്കപ്പെട്ടതോ, ഔ സബബിൻ, അല്ലെങ്കിൽ കാരണവുമായി ബന്ധിക്കപ്പെട്ടതോ ആയ സുന്നത്ത് നിസ്കാരം നിസ്കരിക്കുമ്പോൾ അതിന്റെ നിയ്യത്തിൽ എന്തെല്ലാം വേണം? ഉദാഹരണക്കാർ റവാത്തിബ് നിസ്കാരം പോലെ. റവാത്തിബ് എന്ന് പറഞ്ഞാൽ ഫർള് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ. അപ്പൊ അത് സമയവുമായി ബന്ധപ്പെട്ടതാണ്. അത് ഫർള് നിസ്കാരത്തിന്റെ മുമ്പും ശേഷവും എന്ന്, ആ സമയവുമായി ബന്ധപ്പെട്ട നിസ്കാരം. അതുപോലെ കുസൂഫി, ഗ്രഹണ നിസ്കാരം, അത് കാരണവുമായി ബന്ധപ്പെട്ട നിസ്കാരം. ഗ്രഹണം ബാധിച്ചത് കൊണ്ടാണ് ആ നിസ്കാരം സുന്നത്തായത്. അപ്പോ ഉപാധിയുള്ള, സമയവുമായിട്ടോ കാരണവുമായിട്ടോ ബന്ധിക്കപ്പെട്ട ഉപാധിയുള്ള സുന്നത്ത് നിസ്കാരങ്ങളുടെ നിയ്യത്തിൽ ഖസ്തുൽ ഫഅലി, ഞാൻ നിസ്കരിക്കുന്നു എന്ന നിസ്കാരത്തിന്റെ പ്രവൃത്തിയെ കരുതണം. അതിന് പുറമെ വതഈനു, ആ നിസ്കാരം ഏതാണ് എന്നും കരുതണം. ളുഹറിന്റെ മുമ്പുള്ളതാണെങ്കിൽ ളുഹറിന്റെ മുമ്പുള്ള നിസ്കാരം എന്ന് കരുതണം. ശേഷമാണെങ്കിൽ ശേഷമുള്ളത് കരുതണം. ഗ്രഹണമാണെങ്കിൽ ഗ്രഹണ സുന്നത്ത് നിസ്കാരം എന്ന് പറയണം. സൂര്യഗ്രഹണവും ഉണ്ട്, ചന്ദ്രഗ്രഹണവും ഉണ്ട്. അപ്പൊ അതൊക്കെ കരുതണം. എന്നാൽ വഫിൻ നഫ്ലിൽ മുത്ലഖി, ഒരു ഉപാധിയുമില്ലാത്ത എപ്പോഴും നിസ്കരിക്കാൻ പറ്റുന്ന നിസ്കാരങ്ങൾ, സുന്നത്ത് നിസ്കാരം, പ്രത്യേകമായ കാരണങ്ങളൊന്നുമില്ല, എത്ര നിസ്കരിക്കാമല്ലോ. അപ്പൊ അങ്ങനെയുള്ള നിസ്കാരത്തില് എന്താ കരുതേണ്ടത്? ഖസ്തുൽ ഫഅലി ഫഖത്ത്, ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതിയാൽ മതി. ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതിയാൽ മതി. ഏത് നിസ്കാരമാണെന്നും സുന്നത്ത് നിസ്കാരമാണെന്നൊന്നും കരുതേണ്ട ആവശ്യമില്ല. ഞാൻ നിസ്കരിക്കുന്നു കരുതിയാൽ മതി. ബിൽ മുത്തലക്കി, മുത്തലക്ക സുന്നത്ത് നിസ്കാരത്തിൽ ചേർക്കപ്പെട്ടു. മുത്തലക്ക നിസ്കാരം എന്ന് പറഞ്ഞാൽ ഒരു ഉപാധിയുമില്ലാത്ത, എപ്പോഴും ഒരു കാരണവുമായിട്ടോ സമയവുമായിട്ടോ ബന്ധിക്കപ്പെടാത്ത നിസ്കാരത്തിൽ ചേർക്കപ്പെട്ടു. എന്തിനെ?
ഫീ ദാലിക, ഈ നിയ്യത്തിന്റെ കാര്യത്തിൽ, മാ യന്തരിജു ഫീ ഗൈരിഹി, മറ്റുള്ളതിൽ കടക്കുന്ന നിസ്കാരമുണ്ട്. അതിന് കാരണമുണ്ടെങ്കിലും മറ്റു നിസ്കാരത്തിൽ എന്താ പ്രവേശിക്കും. ഇതുപോലെ തഹയ്യത്തുൽ മസ്ജിദി, പള്ളിയിലെ തഹയ്യത്ത് നിസ്കാരം പോലെ. പള്ളിക്കയറി കഴിഞ്ഞാൽ തഹയ്യത്ത് നിസ്കരിക്കണം. അപ്പോ ലോറ് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അപ്പൊ ലോറിന് മുമ്പ് നിസ്കാരം ഉണ്ടല്ലോ. പള്ളിക്കയറി കഴിഞ്ഞാൽ ഉടനെ ലുഹൂറിന് മുമ്പുള്ള നിസ്കരിക്കുമ്പോൾ തഹയ്യത്ത് എന്താ ഉള്ളിൽ കയറിക്കോളും. റക്അത്തയിൽ വുളൂഇന്റെ 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം, അവിടെയും വുളൂഇന്റെ സുന്നത്ത് നിസ്കാരം എന്ന് പറയേണ്ട ആവശ്യം വരുന്നില്ല. അത് മുത്തലക്കൻ ഞാൻ നിസ്കരിക്കുന്നില്ല, നിയ്യത്ത് മാത്രം മതി. അസ്സാനി, നിസ്കാരത്തിന്റെ ഫർളിൽ 14 ഫർളിൽ ഒന്നാമത്തെ നിയ്യത്താണ്. നിയ്യത്തിനെ കുറിച്ച് പറഞ്ഞത് മനസ്സിലായ? തക്ബീറു തഹറുമി, തക്ബീറത്തുൽ ഇഹ്റാമാണ് രണ്ടാമത്തെ ഫർള്. എങ്ങനെയാ തക്ബീറത്തുൽ ഇഹ്റാം പറയേണ്ടത്? തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കൈ ഉയർത്തിക്കെട്ടല്ലതല്ല, അത് സുന്നത്താണ്. ഫർള് ബിലഫ്ളി അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറയൽ, മൊഴിയൽ. ബിലാ ഇഖ്ലാലി ഹർഫിൻ, അതിന്റെ അക്ഷരങ്ങൾക്കൊന്നും ചേഞ്ചിങ് ഒന്നും വരുത്തിക്കൂടാ, ഇടർച്ച വരുത്തരുത്. ഫിദാലിക്ക അല്ല, ബിലാ സിയാദത്തി ഹർഫിൻ, ഹർഫിനെ കൂട്ടാനും പാടില്ല. ഹർഫ് എക്സ്ട്രാ നിന്റെ വക അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ എക്സ്ട്രാ കൂട്ടാനും പാടില്ല. യുഗയ്യിറുൽ മാന, അർത്ഥം വ്യത്യാസപ്പെടുത്തുന്ന നിലക്ക് അക്ഷരങ്ങൾ കൂട്ടുകയോ ഹർഫുകൾ ഇടർച്ച വരുത്തുകയോ ചെയ്യാതെ വളരെ സ്ഫുടമായ നിലയിൽ തന്നെ അല്ലാഹു അക്ബർ എന്ന് തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലണം. അത് തന്നെ കൈ കെട്ടി ചെല്ലേണ്ടതല്ല. കൈ കെട്ടുന്നതിന് പിന്നെ തന്നെ അല്ലാഹു അക്ബർ, ഇങ്ങനെ ഉയർത്തുമ്പോൾ അല്ലാഹു അക്ബർ പിന്നെ കെട്ടണം. അല്ലാഹു അക്ബർ എന്ന് കെട്ടിയാൽ മതി. ഇങ്ങനെ ഉയർത്തുമ്പോൾ തന്നെ ഇടുന്ന തന്നെ അല്ലാഹു അക്ബർ പൂർത്തിയാണ്. ജുഇല ഫാത്തിഹത്ത് സ്വലാത്ത, ജുഇല തക്ബീറത്തുൽ ഇഹ്റാമിന് ആക്കപ്പെട്ടു ഫാത്തിഹത്ത് സ്വലാ, നിസ്കാരത്തിന്റെ ഉദ്ഘാടനം, നിസ്കാരത്തിന്റെ സ്റ്റാർട്ടിങ് എന്താണ്? ഫാത്തിഹല്ല, പിന്നെ തക്ബീറത്തുൽ ഇഹ്റാമാണ്. നിസ്കാരം തുറക്കുന്നതാണ്, ഓപ്പൺ, നിസ്കാരത്തിന്റെ ഓപ്പൺ. ജുഇല തക്ബീറത്തുൽ ഇഹ്റാമിന് ആക്കപ്പെട്ടു ഫാത്തിഹത്ത് സ്വലാത്ത്, നിസ്കാരത്തിന്റെ ഓപ്പൺ ആക്കപ്പെട്ടു. യസ്തഹ്ദിറൽ മുസല്ലി, നിസ്കരിക്കുന്നവൻ ഹാജരാക്കാൻ വേണ്ടി അളമത റബ്ബിഹി, റബ്ബിന്റെ ആ വലിയ പ്രൗഢിയെ. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബറിന്റെ ആ അള്ളാന്റെ ആന്റെയും അക്ബറിന്റെ റാന്റെയും ഉള്ളിലെ നിയ്യത്ത് കാരണം അല്ലാഹു അക്ബർ ഹത്താ തതിമ്മ ലഹുൽ ഹൈബത്തു, ആ ഒരു ഗാംഭീര്യവും വൽ ഖുശൂ, ഭക്തിയുമൊക്കെ പൂർത്തിയാവാൻ വേണ്ടി. വസീദ, തക്ബീറത്തുൽ ഇഹ്റാമിനെ വീണ്ടും വീണ്ടും മടക്കപ്പെടുകയാണ്, വർദ്ധിക്കപ്പെട്ടു. ഫീ തക്റാറിഹി, തക്ബീറത്തുൽ ഇഹ്റാമിനെ ആവർത്തിക്കുന്നതിൽ. തദൂമാ ഫീ സലാത്തി, അവരുടെ നിസ്കാരത്തിൽ അത് ദായിമയാവാൻ വേണ്ടി. എപ്പോഴും ഏതെല്ലാം എന്തെല്ലാം ദായിമയാവണോ? എന്തെല്ലാമാണോ? ഹൈബത്തും ഖുശൂവും എപ്പോഴും ലാസ്റ്റ് വരെ വേണം. ഹൈബത്ത് എന്നുള്ളത് പുറമെ കാണുമ്പോൾ ഒരു കളിച്ചിരിയും ആട്ടവും ചാട്ടവും ഇല്ലാതെ അടക്കത്തിൽ നിൽക്കുക, അതാണ് ഹൈബത്ത്. ഖുശൂ എന്നുള്ളത്, ഭക്തി എന്നുള്ളത് മനസ്സിലുള്ള സംഗതിയാണ്. ഇത് രണ്ടും ലാസ്റ്റ് സലാം വിട്ടുന്ന വരെ ഉണ്ടാകാൻ വേണ്ടി തുടക്കത്തിൽ തന്നെ അല്ലാഹു അക്ബർ പറയുകയും പിന്നെ അതിനുശേഷം റുക്കൂലേക്ക് പോകുമ്പോൾ, സുജൂദിലേക്ക് പോകുമ്പോൾ, സുജൂദ് നണിക്കുമ്പോൾ എല്ലാ സമയത്തും അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് എന്തിനാണ്? നിസ്കാരം പൂർത്തിയാകുന്നത് വരെ ഹൈബത്തും ഖുശൂവും നിലനിൽക്കാൻ വേണ്ടിയാണ്. അല്ലാഹു തആല നമുക്ക് നാഫിയായ ഇൽമു നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.